റെജി ലൂക്കോസ് ഇനി RSSന്റെ ഭാഗമാകുമോ? ഒപ്പം തന്നെ വീട്ടിൽ ഇനി ഭാരതാംബയുടെ ചിത്രം വെക്കുമോ? ഞാൻ എന്ത് ചെയ്യും എന്നുള്ളവരും ഞാനാ തീരുമാനിക്കണ്ടേ. അത് തീരുമാനിക്കുന്ന ഘട്ടത്തിൽ ഞാൻ തീരുമാനിക്കും. രാജ്യത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യ മഹാനാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത്. ശത്രുക്കൾ പോലും ഇത് ഉള്ളിൽ അംഗീകരിക്കും. കാരണം അദ്ദേഹത്തിന് വേറെ ഒരു ലക്ഷ്യമില്ല. പേടി തോന്നുന്നുണ്ടോ? കാരണം CPM പോലെയുള്ള ഒരു പാർട്ടിക്കെതിരായിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഞാൻ 2021 പാർട്ടിയുടെ കോട്ടയം ജില്ലാ സമ്മേളന പ്രതിനിധിയാണ്. ഞാൻ പാർട്ടി മെമ്പറല്ല എന്ന് പറഞ്ഞാൽ പാർട്ടി മെമ്പർ അല്ലാത്ത ഒരാൾക്ക് ഈ സമ്മേളന പ്രതിനിധിയാകാൻ പറ്റുമോ? ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ഡെവലപ്മെന്റ്സിനെ കുറിച്ച് മാത്രം സംസാരിക്കും. ചേട്ടൻ BJP-യിലേക്ക് വന്ന സമയത്ത് സഭയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന പ്രതികരണങ്ങൾ എങ്ങനെയായിരുന്നു? ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കുറേ സംശയം ഉണ്ടായിരുന്നു. എസ്പെഷ്യലി കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് നടന്ന ബജരംഗ് ദളിൻ്റെ മത്സരത്തെ ആക്രമണങ്ങളൊക്കെ ഈ കമ്മ്യൂണിറ്റിക്ക് ഒരു സുരക്ഷിതമില്ലായ്മ തോന്നിയിരുന്നു. എനിക്ക് വന്ന ഈ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ തലപ്പത്തുനിന്നും സാധാരണ നിലയിലുള്ള ആൾക്കാരുടെ ഫോൺ കോളുകൾ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. അതുകൊണ്ട് ഞാൻ ഉറപ്പ് തരുന്നു, വലിയ മാറ്റം കേരളത്തിൽ സംഭവിക്കുന്നു. ഇപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഇടത് സഹയാത്രികൻ എന്നാണ് പേരിനൊപ്പം ഒരു ഡെസിഗ്നേഷനായി കൂടെ ചേർത്തിട്ടുള്ളത്. പക്ഷെ പാർട്ടി മെമ്പർ ആയിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് സഹയാത്രികനായി അറിയപ്പെടാൻ താല്പര്യപ്പെട്ടിരുന്നത്? സത്യം പറയുന്നത് ഒരു മിസ്റ്ററിയാണ്. അതായത് ആദ്യം പോലെ തന്നെയാണ് ഞാൻ ആദ്യം ചർച്ചകൾക്ക് വരുന്ന കാലഘട്ടത്തിൽ ഞാൻ പാർട്ടി മെമ്പർ അല്ലായിരുന്നു. ഞാൻ CPM-ൻ്റെ മെമ്പർഷിപ്പിലേക്ക് വന്നിട്ട് 7 വർഷമേ ഉള്ളൂ. അത് എൻ്റെ നാട്ടിലെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർ ഇതിൽ കൂടുതലൊക്കെ ഒരു പാർട്ടിക്ക് വേണ്ടി എന്താ ചെയ്യാനുള്ള അതുകൊണ്ട് റെജി നിർബന്ധമായിട്ടും മെമ്പർഷിപ്പ് എടുക്കാൻ പറഞ്ഞു, പാർട്ടി മെമ്പർഷിപ്പ്. ഞാൻ പറഞ്ഞ് നിങ്ങളോട് എന്നും വന്ന് വർക്ക് ചെയ്യാനൊന്നും എന്നെ കിട്ടത്തില്ല. കാരണം എനിക്ക് എൻ്റെതായ ഒരുപാട് അതല്ല കറക്റ്റ് എന്ന് പറഞ്ഞു. അവർ സമ്മതിച്ചു. അങ്ങനെ ഒരു ചെറിയ ചടങ്ങിൽ വെച്ച് പാർട്ടിയുടെ ഒരു ബ്രാഞ്ച് കമ്മിറ്റി വെച്ചാണ് ഞാൻ മെമ്പറാകുന്നത്. ഞാൻ 2021 പാർട്ടിയുടെ കോട്ടയം ജില്ലാ സമ്മേളന പ്രതിനിധിയായിരുന്നു. ദേശീയ സമ്മേളനത്തോടനുബന്ധിച്ചാണല്ലോ നടക്കുന്നത്. കഴിഞ്ഞ സംസ്ഥാന ദേശീയ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ഏരിയ സമ്മേളന പ്രതിനിധിയായിരുന്നു ഞാൻ. ജില്ലാ സമ്മേളന പ്രതിനിധി അല്ലായിരുന്നു ഇത്തവണ ഞാൻ പാർട്ടി മെമ്പറല്ല എന്ന് പറഞ്ഞാൽ പാർട്ടി മെമ്പർ അല്ലാത്ത ഒരാൾക്ക് ഈ സമ്മേളന പ്രതിനിധിയാകാൻ പറ്റുമോ? നുഴഞ്ഞു കയറിയിരിക്കാൻ പറ്റുമോ ഇത്രയും ദിവസം? അതൊക്കെ ന്യായത്തിനോട് പ്രാർത്ഥന. പക്ഷേ എല്ലാ മാധ്യമങ്ങളും, കാരണം എന്നെ കവർ ചെയ്ത മാധ്യമങ്ങൾ ഒത്തിരി ഉണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതിപ്പോൾ അവരുടെ വേറൊന്നും പറയാനില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, പേടി തോന്നുന്നുണ്ടോ? കാരണം CPM പോലെയുള്ള ഒരു പാർട്ടിക്കെതിരായിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ആ പാർട്ടിയിൽ നിന്നാണ് BJP പോലെയുള്ള പാർട്ടിയിലേക്ക് എത്തിയിരിക്കുന്നത്. അക്രമ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം കേരളത്തിന് ഒരുപാടുണ്ട്. അപ്പോൾ ജീവനിൽ പേടി തോന്നുന്നില്ലേ? എനിക്കങ്ങനെ പേടിയൊന്നും തോന്നുന്നില്ല. കാരണം പേടിച്ചിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. ഒരുപാട് അത് അക്രമ രാഷ്ട്രീയം CPM മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടത്താറുണ്ട്. CPM-ൽ നിന്ന് പോകുന്നതിൻ്റെ പേരിൽ അവർ ശാരീരികമായിട്ട് ആക്രമിക്കുന്നുള്ള ഒക്കെ ഉള്ളതാണല്ലോ. അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. പാർട്ടിയെ അപമാനിച്ചിട്ട് ഇറങ്ങി പോന്നിട്ടില്ല. ഞാൻ മാന്യമായ രീതിയിൽ നിന്നിട്ട് ഞാൻ ഗുഡ് ബൈ പറയും. എനിക്കതിനുള്ള അവകാശമുണ്ട്. ഒരു വണ്ടിയെ കയറിയിട്ട് വേറൊരു വണ്ടിയെ കയറി മറ്റൊരു വണ്ടിയെ കയറുമ്പോൾ എന്നാൽ ഈ വണ്ടിയെ കയറേണ്ട വേറെ ഒരു വണ്ടിയെ കയറിയാൽ മതി എന്നുള്ളൊരു പാസഞ്ചറുടെ ചോയ്സാണ്. ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭയമൊന്നുമില്ല. എല്ലാവരും ഒന്നും ചെയ്യത്തില്ല. എന്തിനാണ് ചെയ്യുന്നത്? എന്നെ ദ്രോഹിച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? തന്നെയുമല്ല, ഇന്നിപ്പോൾ എന്നെ ശാരീരികമായിട്ട് എന്തെങ്കിലും ദ്രോഹിച്ചാൽ ചോദ്യം ചെയ്യാനായിട്ട് ഒരു മലയാളി സമൂഹം ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ അനീതി കാണിക്കാൻ വന്നൊരാളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരു ഭയമില്ല. BJP-യിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഒരുപാട് സുഹൃത്ത് വലയങ്ങളുള്ളൊരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അവരൊക്കെ വിളിച്ചപ്പോഴൊക്കെ എന്താണ് പറഞ്ഞിരുന്നത്? ഒപ്പം തന്നെ പാർട്ടിയിൽ നിന്ന് ഇടതുപക്ഷത്തിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിരുന്നോ? പോയതിന് പിന്നിലുള്ള സംശയങ്ങൾ ഉണ്ടാകുമല്ലോ. രസകരമായ കാര്യം, പാർട്ടിയുടെ ഔദ്യോഗിക BJP-യുടെ ഔദ്യോഗിക മെമ്പർഷിപ്പ് എടുക്കുന്ന സമയത്ത് ഞാൻ പോരുന്ന വഴിക്ക് 2 സുഹൃത്തുക്കൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അവരും പാർട്ടിയോട് ബന്ധപ്പെട്ടവരാണ്. അവർ പോകുന്ന വഴിക്ക് ഞങ്ങൾ വളരെ ജോളിയായിട്ട് വന്ന് മെമ്പർഷിപ്പ് കിട്ടുന്ന സമയത്ത് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ലൈവ് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സായി ഇവർ പോകുന്നൊന്നും അവർക്കറിയത്തില്ല. അവരോട് ഫോൺ കോളിലേക്കും എൻ്റെ ഫോൺ കോളിലേക്കും നിരന്തരം ഫോണുകളാകും. ഈ ഫോൺ ഇപ്പോൾ വരെ അറസ്റ്റായിട്ടില്ല. അപ്പോൾ എനിക്കത് എടുക്കാൻ പറ്റിയില്ല. ഒരുപാട് എനിക്ക് തോന്നുന്നത് ജനന്റി പോലെ എൻ്റെ ബൈറ്റ് എടുത്തിട്ടുണ്ട്. മനോരമമായി എല്ലാ മാധ്യമങ്ങളും ലൈവായിട്ട് തന്നെ കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും സുഹൃത്തുക്കൾ ഇതിനോട് ഇതിനുശേഷം അകന്നൊന്നൊരു ചോദ്യം വരും. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എനിക്ക് വന്ന ഫോൺ കോളുകളിൽ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഇതുവരെയുള്ള അവരിൽ എന്നെ ബന്ധപ്പെടാൻ പറ്റുന്ന അവരിൽ മിക്കവരും എന്നെ വിളിച്ചിട്ട് ഗ്രേറ്റ് ഡിസിഷൻ ഇൻ ദ റൈറ്റ് ടൈം എന്നാണ് പറഞ്ഞത്.
ഞാൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ കോൾ വന്നത് വിദേശ രാജ്യങ്ങളാണ്. വിദേശ രാജ്യങ്ങളിലെ മലയാളികൾ എനിക്ക് വ്യക്തമായിട്ടറിയാവുന്ന എന്ന ഞാൻ മുമ്പുണ്ടായിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോട് ആനുകൂല്യമുള്ള പലരും പറഞ്ഞു രജയെടുത്ത തീരുമാനം കറക്റ്റാണ്, ഇനി ഇന്ത്യയും കേരളം ഇങ്ങനെ അല്ല കേരളം ഇങ്ങനെ വന്നാൽ പോരാ, നിങ്ങളെടുത്തൊരു മെസ്സേജാണ്. ഇന്നലെ വൈകിട്ട് എൻ്റെ വീട്ടിൽ ഒരു രാത്രി ഒരു 9:30 ആയപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഞാനുണ്ട്, കാലിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് വണ്ടി ഓടിക്കാനുണ്ട്, ആ ആളെൻ്റെ കൂടെ വന്നിരിക്കുന്നത്. എൻ്റെ വൈഫ് ഞാനിവിടെ എൻ്റെ സിറ്റൗട്ടിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഒരു ഫോൺ കോൾ വന്നു. പേര് പറഞ്ഞാൽ നിങ്ങൾ അറിയുന്ന ഒരാളാണ്, ഒരു ലേഡിയാണ്, പക്ഷേ പേര് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. അവർ ദേശീയ തലത്തിലൊരു പാർട്ടിയിൽ CPM-ലല്ല പ്രവർത്തിച്ച ഒരാളാണ്. അവർ PSC മെമ്പറൂടെ ആയിരുന്നു. അവരെന്നോട് പറഞ്ഞു ഈ ഈ നമ്മുടെ BJP-യിൽ ചേരാൻ ഉന്നത നേതാക്കളിൽ പലരും എൻ്റെ അടുത്ത് പലതവണ പറഞ്ഞു, ഞാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. താങ്കളുടെ ആ മാറ്റവും താങ്കളുടെ മാധ്യമങ്ങളിലൂടെയുള്ള ആ ഇതിനെക്കുറിച്ച് മാറിയ റിപ്പോർട്ടുകൾ ഞാൻ സാഗൂതം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. താങ്കളുടെ അടുത്ത് കറക്റ്റ് തീരുമാനമാണ്. ഇപ്പോൾ എനിക്കും ആ ശരിയാണെന്ന് തോന്നുന്നു. കാരണം എൻ്റെ ഓപ്പോസിറ്റ് പാർട്ടിയാണ്, അതായത് CPM ഉണ്ടായിരുന്നപ്പോൾ ഓപ്പോസിറ്റ് പാർട്ടിയാണ്. അവർ പറഞ്ഞത് താങ്കൾ ഇത്രയും വർഷം താങ്കളെ നിരീക്ഷിക്കുന്ന ഒരാളാണ് ഞങ്ങളെല്ലാവരും. താങ്കളുടെ ചർച്ചകൾ താങ്കൾ സത്യസന്ധത പുലർത്താറുള്ളൂ, വ്യക്തിഗത നടത്താറില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു താങ്കൾ ഉന്നയിച്ച വിഷയങ്ങൾ, താങ്കൾ വികസനത്തെക്കുറിച്ച് മാത്രമേ മാധ്യമങ്ങളോട് പറഞ്ഞുള്ളൂ. ഈ കഴിഞ്ഞതിനെക്കുറിച്ചൊന്നും പറയാൻ പോയില്ല. ഡെവലപ്പ് ചെയ്യണം കേരളം, വരും തലമുറയ്ക്ക് ഇവിടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം, ഇല്ലെങ്കിൽ ഈ കേരളം നശിച്ചു പോകുന്നത് ഉറപ്പായി കഴിഞ്ഞു. നമ്മൾ എന്താണ് നമ്മുടെ പിന്നിലുള്ള തലമുറയ്ക്ക് കൊടുക്കുന്നത്? അതുകൊണ്ട് മാത്രമേ ഉള്ളൂ. അതിന് കേരളത്തിലെ കേന്ദ്ര സർക്കാരിന് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജി ഇന്ത്യക്ക് കാണിക്കുന്നതൊക്കെ ഞാൻ നേരിട്ട് കുറേ കണ്ടിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ. അദ്ദേഹം ഈ ലോ ക്ലാസ് അല്ലെങ്കിൽ എന്താ പറയുക നിലവാരമില്ലാത്ത രാഷ്ട്രീയത്തെക്കുറിച്ചും, ഞാൻ രാഷ്ട്രീയ നിലവാരമില്ലെന്നാണ് പറഞ്ഞത്, നിലവാരമില്ലാത്ത രീതിയിൽ അദ്ദേഹം ഒരു സംസാരിക്കാറില്ല. അദ്ദേഹം ഒരു സക്സസ്ഫുൾ എൻ്റർപ്രണറായ ലോകം അറിയപ്പെടുന്നത്. ആ മനുഷ്യന് കേരളം എന്നാണ്, അതിനോട് എനിക്ക് ഭയങ്കര അട്രാക്ഷനായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ചത്. ആ ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ഒരാൾ കാലത്തിനനുസരിച്ച് നമ്മൾ മാറിയില്ലെങ്കിൽ, നമ്മൾ കാലത്തിനനുസരിച്ച് നമ്മളെ മൈൻഡും പ്രവൃത്തി അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ പുറകോട്ട് പോകും. നമ്മുടെ ചിന്തകളും വീക്ഷണങ്ങളും ലോകത്തിനൊപ്പം സഞ്ചരിക്കണം. ഞാനൊരു എത്യോപ്യൻ യാത്ര നടത്തി 2 വർഷം മുമ്പ്. എത്യോപ്യയിൽ വിശാലമായിട്ട് യാത്ര ചെയ്തു. ലോകത്തിലെ ഏറ്റവും അപൂർവമായി സംരക്ഷിക്കേണ്ട ഗോത്രവർഗ്ഗക്കാരുടെ സ്ഥലത്ത് പെർമിഷനോടെ ആ മലയുടെ മുകളിൽ കയറാൻ അവസരം കിട്ടി. ഒരുപാട് ഫോറസ്റ്റുകളിൽ യാത്ര ചെയ്തു. അവിടെ എല്ലാം പട്ടാളം നമ്മൾക്ക് കാവൽ വരും. ലോകത്തെ വിസ്മയിപ്പിക്കുന്ന 365 ദിവസവും 24 hours തിളച്ചു മറിയുന്നൊരു തടാകമുണ്ട്. അതിനെക്കുറിച്ച് BBC പ്രകാശിച്ചിട്ടുള്ള അവിടെ ഞാൻ പോകാൻ എനിക്ക് അവസരം കിട്ടി. ഈ എത്യോപ്യ എന്ന് പറഞ്ഞാൽ അപരിഷ്കൃത നാടാണെന്ന് നമ്മുടെ മനസ്സിൽ പറയും. പക്ഷേ എത്യോപ്യ ചെന്നപ്പോഴും എത്യോപ്യയെക്കാളും പുറകില്ല കേരളം. ദോസ് പീപ്പിൾ ആർ ഈച്ച് ആൻഡ് എവരി ടൈം എൻ്റർടൈനിങ് പീപ്പിളാണ്. നമ്മുടെ ഇവിടെ ടെൻഷനാണ്. കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് നാളുകളെക്കുറിച്ച് ഭയങ്കര ഉത്കണ്ഠയാണ്. ഒന്നുമില്ല, ഇന്ന് മാത്രം ജീവിച്ചാൽ പറ്റൂ. ആ ഉത്കണ്ഠ ഇല്ലാതെ കൊണ്ട് യൂറോപ്യൻസിനെ പോലെ US-ലെ ജീവിക്കുന്ന ആൾക്കാരെ പോലെ ഞാൻ സേഫ് ആണെന്നൊരു തോന്നലുണ്ടാകുന്നുണ്ടെങ്കിൽ ഇവിടെ മനുഷ്യനുള്ള അവസരങ്ങൾക്കുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒരുങ്ങണം. അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് വരണമെങ്കിൽ BJP-ക്ക് പറ്റുള്ളൂ എന്നുള്ള ഉറപ്പായി കഴിഞ്ഞു. ഇതും കൂടെ ആണ് വാസ്തവത്തിൽ എൻ്റെ ഒരു മെസ്സേജ്. അത് പലരും ഏറ്റെടുത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് 2 ദിവസം പൂർണ്ണമായിട്ടും നമ്മുടെ മാധ്യമങ്ങൾ ഏറ്റവും ബ്രില്യൻ്റ് മാധ്യമങ്ങളാണ്. എന്തുകൊണ്ടാണ് അവർ എന്നെപ്പോലൊരു സാധാരണക്കാരൻ ഇത്രയധികം എൻ്റെ മാറ്റം അവർ തുടർച്ചയായിട്ട് ടെലികാസ്റ്റ് ചെയ്യും. മനോരമയുടെ പത്രത്തിൽ മാതൃഭൂമിയിലൊക്കെ വന്നത് ആ റിപ്പോർട്ട് വളരെ എന്നെ ഒരു തരത്തിലും കുറ്റപ്പെടുത്തിയിട്ടില്ല. കാരണം ഞാനൊരു തെറ്റ് ചെയ്യാതെ വന്ന ഒരാളാണ്. എനിക്ക് എൻ്റേതായ ഹ്യൂമൻ ബീങ് എന്നുള്ള രീതിയിലുള്ള ഇതൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് വലിയൊരു ഭാഗം മനുഷ്യർക്ക് എളിയവനായി ഞാനൊരു പ്രചോദനമായെന്നുള്ളൊരു എനിക്ക് കിട്ടുന്ന മെസ്സേജ് എന്ന് മനസ്സിലായിട്ടുണ്ട്. അത് ഉറപ്പായിട്ട് മാറ്റങ്ങൾ കേരളം കാത്തിരിക്കുക, ഞാൻ കാരണമല്ല, മാറാൻ പലരും കാത്തിരിക്കുക. അതിനൊരു അവസരം ഇതിലൂടെ ഉണ്ടായി. ഇനി ഞാൻ ഉറപ്പ് പറയുന്നു, എനിക്ക് നന്നായിട്ട് ഞാൻ ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് പൊളിറ്റിക്സും ഞങ്ങളൊക്കെ സാധാരണ ആളുകളോടൊപ്പം ജീവിക്കുന്നതാണ്. കേരളത്തിലൊരു 30-35 സീറ്റ്, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലൊരു കൊടുങ്കാറ്റ് തന്നെ ആഞ്ഞടിക്കും ഇവിടുത്തെ സോക്കോൾഡ് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായിട്ട്. ആ കാറ്റിന് മന്ദമാരുതനായിട്ട് മധ്യ തിരുവിതാംകൂറിൽ എസ്പെഷ്യലി ഒരു 4-5 ജില്ലയിൽ BJP-ക്ക് അനുകൂലമായിട്ട് നല്ല കുളിർമയുള്ളൊരു കാറ്റായിട്ട് വീശും. അത് സത്യസന്ധമായ വിലയിരുത്തലാണ്. കേരളം മിഷൻ കേരള 26 എന്നുള്ള BJP-യുടെ സ്ലോഗൻ ജനം ഏറ്റെടുത്ത് കഴിഞ്ഞു. എല്ലാ വിഭാഗത്തിൽ നിന്നും, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ വലിയ മാറ്റമുണ്ട്, എനിക്കറിയാം വ്യക്തമായിട്ടും. അവരെല്ലാം എന്നെ കഴിഞ്ഞ് 2 ദിവസമായിട്ട് വിളിച്ച്, അതിൻ്റെ ഉന്നതങ്ങളിലുള്ളവരൊക്കെ എന്നെ വിളിച്ചു. നമുക്കറിയാം BJP എന്ന് പറയുമ്പോൾ ഒരു വർഗീയതയുടെ പേരിലുള്ള ഒരു തെറ്റിദ്ധാരണ നമ്മുടെ നാട്ടിൽ കുറേ കാലങ്ങളായിട്ടുണ്ട്. അത് മാറി വരുന്നുമുണ്ട്.
പക്ഷേ ഇപ്പോൾ ചേട്ടൻ BJP-യിലേക്ക് വന്ന സമയത്ത് സഭയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന പ്രതികരണങ്ങൾ എങ്ങനെയായിരുന്നു? അപ്പോൾ തന്നെ നമുക്കറിയാം ന്യൂനപക്ഷങ്ങളെ എപ്പോഴും ചേർത്ത് പിടിക്കുന്ന ഒരു പാർട്ടിയാണ് BJP. അപ്പോൾ എങ്ങനെയാണ് സഭ അതിനോട് പ്രതികരിച്ചത്? ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കുറേ സംശയം ഉണ്ടായിരുന്നു. എസ്പെഷ്യലി കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് നടന്ന ബജരംഗ് ദളിൻ്റെ പരിസരത്തെ ആക്രമണങ്ങളൊക്കെ ഈ കമ്മ്യൂണിറ്റിക്ക് ഒരു സുരക്ഷിതമില്ലായ്മ തോന്നിയിരുന്നു. അത് പിന്നെ CBC ഒക്കെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയുടെ അടുത്തൊക്കെ അത് പറഞ്ഞു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഡൽഹിയിലെ ആ പള്ളിയിൽ പോയി ആ മാസിൽ അറ്റൻഡ് ചെയ്യും, സർവീസിൽ അറ്റൻഡ് ചെയ്യും, ആ ബൈബിളിൽ മുത്തുകയും ഒക്കെ ചെയ്യുന്നത്. അദ്ദേഹം സത്യസന്ധനായ മനുഷ്യനാണ്. രാജ്യത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യ മഹാനാണ് നരേന്ദ്രമോദിജി എന്നുള്ള കാര്യം ശത്രുക്കൾ പോലും ഇത് ഉള്ളിൽ അംഗീകരിക്കും. കാരണം അദ്ദേഹത്തിന് വേറെ ഒരു ലക്ഷ്യമില്ല, സ്വാത്വികനായ ഒരു മനുഷ്യൻ. ആ വ്യക്തിത്വം അതിൽ ചുംബിച്ചത് വലിയൊരു മെസ്സേജായിരുന്നു. ആ മെസ്സേജ് നല്ലൊരു ശതമാനം ക്രിസ്ത്യൻസ് ഏറ്റെടുത്തു. അവിടെ എവിടെയൊക്കെ എന്തെങ്കിലും വിഷയമുണ്ടെന്നതിൻ്റെ പേരിൽ വൈഡായിട്ട് ഈ ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്നത് ഇവിടുത്തെ നെഗറ്റീവായി പറയുന്ന മാധ്യമങ്ങളാണ്. ആ ന്യൂനപക്ഷം വിട്ടുപോയാൽ പോവും. അതല്ലാതെ കണ്ട് ഇന്ത്യയിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കെതിരായ നിയമങ്ങളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ്. പിന്നെ വഖഫ് നിയമം കൊണ്ടുവന്നാരാ? കോൺഗ്രസ്. 2 തവണ അത് പുതുക്കി മനുഷ്യഹീനമായ രീതിയിൽ വകുപ്പുകൾ ചേർത്ത് വെച്ചത്. ഞാൻ അതിനെതിരെ ആ വിഷയം ഇവിടെ റൈസ് ചെയ്ത കാലം മുതൽ ഈ വഖഫ് നിയമത്തിനെതിരെ ഞാൻ പ്രതികരിച്ച എനിക്ക് അതിൻ്റെ പേരിൽ തന്നെ പാർട്ടിയും താക്കീത് തന്നു. ഞാനത് മൈൻഡ് ചെയ്തില്ല. കാരണം അതിനെയൊക്കെ എങ്ങനെ അംഗീകരിക്കുന്നത്? ഞാൻ ആ ചരിത്രം ആദ്യമായിട്ട് മാതൃകയിൽ പറഞ്ഞ ഈ കിരാത നിയമം എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ചത്. അതുകൊണ്ട് ആ തെറ്റിദ്ധാരണയൊക്കെ ക്രിസ്ത്യൻ സമൂഹത്തിന് മാറി. പിന്നെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ പ്രത്യേകത അഡ്വാൻസ്ഡ് ആയിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എഡ്യൂക്കേഷൻ പരമായിട്ടും കുട്ടികളെ വിദേശത്ത് കൊണ്ടുപോയി അല്ലെങ്കിൽ അവരിൽ നിന്നൊക്കെ ആഗ്രഹിക്കുന്ന അവർക്ക് വിദേശ രാജ്യത്തൊക്കെ ഈ പ്രായം ചെന്നവരൊക്കെ പോയി കണ്ട് തിരിച്ചു വന്നപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി. കേരളത്തിലെ ഈ LDF UDF കൂടി കേരളത്തെ വഞ്ചിക്കുക, വെറും ഭരിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ അടിമകളാക്കിയിരിക്കുക. അപ്പോൾ അവർ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് ബഹുമാനപ്പെട്ട കേരളത്തിലെ BJPയുടെ നേതൃത്വത്തിനും കേന്ദ്ര നേതൃത്വത്തിനും കേരളം ഒരു ഗിഫ്റ്റായി ഒരു തളികയിൽ 10-35 സീറ്റ് കൊടുക്കുമെന്ന് ഞാൻ വന്നതിൻ്റെ ഒരു പറഞ്ഞല്ല, എൻ്റെ ഒബ്സർവേഷൻ കറക്റ്റായിരിക്കും. എനിക്ക് വന്ന ഈ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ തലപ്പത്തുനിന്നും സാധാരണ നിലയിലുള്ള ആൾക്കാരുടെ ഫോൺ കോളുകൾ എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. അതുകൊണ്ട് ഞാൻ ഉറപ്പ് തരുന്നു വലിയ മാറ്റം കേരളത്തിൽ സംഭവിക്കുന്നു. ഒപ്പം തന്നെ പിന്നീട് ഉയർന്നു വരുന്ന ഒരു വലിയ ചോദ്യം എന്ന് പറയുന്നത് റെജി ലൂക്കോസ് ഇനി RSSന്റെ ഭാഗമാകുമോ? ഒപ്പം തന്നെ വീട്ടിൽ ഇനി ഭാരതാംബയുടെ ചിത്രം വെക്കുമോ എന്നൊക്കെയാണ് വളരെ രസകരമായി ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. നമ്മൾ ചേട്ടൻ്റെ പോസ്റ്റുകൾക്ക് താഴെയുള്ള കമൻറ്റുകളൊക്കെ എടുത്ത് നോക്കി നമുക്കിത് കാണാൻ സാധിക്കും. ഞാൻ സത്യത്തിൽ കൂടുതൽ കണ്ടിട്ടില്ല, പലരും അയച്ചു തരുന്നുണ്ട്. കാരണം എനിക്കിത് തുറക്കാൻ സമയമില്ല. അത്തരം കമൻറ്റുകളൊക്കെ ഞാൻ അതിൻ്റെ എന്താ പറയുക ഹാസ്യാത്മകമായിട്ട് അതിനെ സ്വീകരിക്കുന്നു. ഞാനൊരു രസം പറയാം. ഞാൻ തമാശ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. എനിക്ക് എൻ്റെ രാത്രികളിൽ ഞാൻ ഈ കോമഡി ഷോ എല്ലാം കാണും. മനോരമ ന്യൂസിൻ്റെ മനോരമ ചാനലിൻ്റെ ഒരു പ്രോഗ്രാമാണ് ഒരു ചിരി ഇരു ചിരി ബെമ്പർ ചിരി. അതിലൊരിക്കൽ ഞാൻ ഗസ്റ്റായിരുന്നു. ചിരി എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ഞാൻ എന്തിനെ അത്യാവശ്യം എന്നെ കണ്ടാൽ തോന്നിയില്ല, പക്ഷേ ഞാൻ ഇതിന് നർമ്മം ആസ്വദിക്കുന്ന ഒരാളാണ്. നല്ല കൗണ്ടറുകൾ ആസ്വദിക്കും. എന്നെ ഒരാൾ രസകരമായി കൗണ്ടർ ചെയ്താൽ ഞാനത് അപ്രീഷിയേറ്റ് ചെയ്യും. പക്ഷെ ചിലർ അങ്ങോട്ട് പറഞ്ഞാൽ അവർക്ക് ഫീൽ ചെയ്യും. നമ്മൾ നർമ്മബോധം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങൾക്ക് പരിഹാരമായി. എത്ര ടെൻഷൻ വന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു കാർട്ടൂണൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സങ്ങ് മാറും. അതുകൊണ്ട് ഇത്തരം ട്രോളുകളൊക്കെ പണ്ടും ഞങ്ങൾക്ക് വരുമായിരുന്നു ഈ ചാനലിൽ വരുന്നതിൻ്റെ പേരിൽ. ഞാനതൊക്കെ ചിരിച്ച് തള്ളുന്നില്ല. അതുകൊണ്ട് പിന്നെ അവർക്ക് കൊടുക്കാനുള്ള ആൻസർ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളവരും ഞാനാണ് തീരുമാനിക്കേണ്ടത്. അത് തീരുമാനിക്കേണ്ട ഘട്ടത്തിൽ ഞാൻ തീരുമാനിക്കും. എനിക്ക് ആദ്യത്തെ എൻ്റെ അംഗീകാരം കിട്ടിയിരുന്നത് എൻ്റെ ഫാമിലിയിൽ നിന്നാണ്. എൻ്റെ വൈഫ്, എൻ്റെ സിസ്റ്റേഴ്സ്, എൻ്റെ ബ്രദേഴ്സ്, അവരൊക്കെ സത്യത്തിൽ അവരൊക്കെ ഞാൻ മുമ്പ് സഞ്ചരിക്കുന്ന പാതയുടെ എതിരുള്ളവരാണ്. കാരണം ഞാനൊരു പക്ക കോട്ടയം അച്ചായൻ ഫാമിലിയാണ്. അവിടെ അടുത്ത വർഷത്തിന് പ്രസക്തി വരും, അത് ആരുടെയും കുഴപ്പമില്ല. പക്ഷേ അവർ ഗ്രേറ്റ് ഡിസിഷൻ അവരെല്ലാവരും ഇപ്പം വന്നിട്ടുണ്ട്. എല്ലാം വിദേശത്താണ് ഇപ്പോൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങളെല്ലാവരും ഒരു ഗെറ്റ് ടുഗദർ ആയിരുന്നു, എൻ്റെ ഫാമിലി ഗെറ്റ് ടുഗദർ ആയിരുന്നു. ഇവരെല്ലാവരും നല്ല ഡിസിഷനാണ് പറഞ്ഞത്. അതിന് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട വസ്തുത BJPയിലേക്ക് ഹിന്ദു വർഗീയത പാർട്ടിയിൽ നിന്ന് മുദ്ര കുത്തപ്പെട്ട നെഗറ്റീവ് അടിക്കപ്പെട്ട BJPയിലേക്ക് ഈ എൻ്റെ ഫാമിലി പോലും ആ പാർട്ടി പോയി നന്നായി എന്ന് പറയണമെങ്കിൽ ഇവരിൽ വന്ന മാറ്റം എത്ര ഭയങ്കര അറിയണം. ശരിയല്ലേ? ഞങ്ങളൊക്കെ ജീവിക്കുന്നത് എല്ലാം സന്ദർഭവശാൽ എൻ്റെ നാട്ടിൽ മുസ്ലിം സഹോദരങ്ങളില്ല, ആ ഭാഗത്തില്ല. ഹിന്ദു കമ്മ്യൂണിറ്റി, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഞങ്ങൾ മിങ്കിൾ ജീവിക്കുന്ന എല്ലാ ഫങ്ഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ട് ഹിന്ദു വർഗീയവാദിയാണ് അല്ലെ ക്രിസ്ത്യാനി വർഗീയവാദിയാണെന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ വിലപ്പോകത്തില്ല. ഞങ്ങളെ ഒരിക്കലും അതിൽ നിന്ന് മാറ്റാനും പറ്റത്തില്ല.
അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം ബി ജെ പിയിൽ വന്നെങ്കിൽ ഇനി RSS വന്നാൽ പോലും എനിക്കൊരിക്കലും അതിനകത്തൊരു പ്രത്യേകത തോന്നുന്നില്ല. അത് ശരി എന്ന് തോന്നുള്ളൂ. എനിക്ക് ബി ജെ പിയിൽ എത്ര സുഹൃത്തുക്കളുണ്ടെന്ന് അറിയാമോ? ഒരുപാട് സുഹൃത്തുക്കൾ. ഞാനൊരിക്കലും എൻ്റെ പാർട്ടിയിൽ നിന്ന് അപ്പുറത്തുള്ളൊരു പാർട്ടിയെ ശത്രുവായിട്ട് കാണത്തില്ല. അത് മണ്ടത്തെ ഒരു വിഡ്ഢിക്ക് മാത്രമേ തോന്നുള്ളൂ. ഞാനങ്ങനെ എൻ്റെ ഒരു സ്റ്റൈൽ ചെയ്താൽ അങ്ങനെ വേണം നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഈ ചോദ്യത്തിന് ഈ ഒരു മറുപടി ഉണ്ട്. ഇപ്പോൾ പുറത്തുനിന്ന് ഇത്രയും കാലം ബി ജെ പിയെ നോക്കി കണ്ടു, ഇപ്പോൾ ഉള്ളിൽ നിന്നാണ് ബി ജെ പിയെ നോക്കി കാണുന്നത്. എന്താണ് അതിൽ കാണുന്ന ഏറ്റവും വലിയൊരു വ്യത്യാസമായിട്ട് ചേട്ടൻ തോന്നുന്നത്? സത്യസന്ധമായിട്ട് പറയട്ടെ, എന്നെപ്പോലെ ഒരാൾക്ക് തോന്നുന്നതിന് വലിയ മാനങ്ങളുണ്ട്. കാരണം ഞാൻ എവിടെ ആയിരുന്നു അറിയാലോ, എനിക്ക് എൻ്റെ ചുറ്റും നല്ല കുറേ മനുഷ്യരുണ്ടെന്നൊരു ഫീലിങ്സ് എനിക്ക് ആദ്യം തോന്നി. രാഷ്ട്രീയത്തിനകത്ത് ആദ്യമായിട്ട് ഇവരെല്ലാവരും തരുന്ന സ്നേഹങ്ങൾ, ഇവർ വിളിച്ചിട്ട് പറയുന്ന കാര്യങ്ങൾ, സംസ്ഥാന പ്രസിഡന്റ് പോലെ ഇങ്ങേ അറ്റം വരെയുള്ളവർ. അന്നത്തെ ദിവസം ഇന്ന് എൻ്റെ ചുറ്റും ഒന്ന് ഫോട്ടോ എടുക്കുകയും എന്നെ അമിത്ഷാജിയുടെ സ്റ്റേജിലേക്ക് റെജി ലൂക്കോസ് വരണം തിങ്ങി നിറഞ്ഞ ഓഡിറ്റോറിയത്തിൽ നിന്ന് എന്നെ വിളിച്ച് ഈ കാര്യം. പക്ഷേ അന്നേരം എൻ്റെ കാലിൻ്റെ പ്രശ്നം എനിക്ക് തോന്നില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അദ്ദേഹം എനിക്ക് കൈ തന്നു. കുറേ നേരം നമ്മൾ ചിരിച്ചു. ഞങ്ങൾ വളരെ എന്തൊക്കെയോ മനസ്സുകൊണ്ട് ഞങ്ങൾ സംസാരിച്ചു. എൻ്റെ വാക്കുകൾ മുറിഞ്ഞു പോയി. താങ്ക് യു സോ മച്ച് സാർ എന്ന് പറഞ്ഞ പുള്ളി എന്നെ ഹഗ് ചെയ്തു. ആ വേദിയിലിരുന്ന എല്ലാവരുമായിട്ട് കൈ കൊടുത്തു. എനിക്ക് ആ ഇരിക്കുന്ന എല്ലാവരും അറിയാം. പ്രകാശ് ജാവ്ദേക്കർ ഇങ്ങനെ തിരിയുമ്പം റെജി ലൂക്കോസ് എന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റ് കൈ തന്നു. ഞാൻ സാർ ആക്ച്വലി ഫ്രം കോട്ടയം, യെസ് ഐ നോ, ഐ വിൽ കം ഓവർ ദെയർ. ഇങ്ങനെയൊക്കെ ആര് പറയും? ഇങ്ങോട്ട് വരുന്നൊരു മുഴുവൻ സുരേന്ദ്രജി, നമ്മുടെ ഇവരില്ല. ഞാൻ മുരളീചേട്ടൻ ഇൻ്റർവ്യൂ പണ്ട് അമേരിക്ക മാധ്യമത്തിനെടുത്തിട്ടുണ്ട്. കെ സുരേന്ദ്രനെ എനിക്ക് 10-20 വർഷമായിട്ട് അറിയാം. സൗഹൃദമാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല, പൊളിറ്റിക്കലല്ല. ഇങ്ങനെ വന്ന് എല്ലാവരുമായിട്ട് ഞാൻ പോകുന്നു. എനിക്ക് ഒരുപാട് സ്വീകരണങ്ങൾ അമേരിക്കയിലൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ എഴുത്തുകാരൊന്നും മറ്റൊരു. പക്ഷേ ഇന്നത്തേത്, കഴിഞ്ഞ ദിവസത്തും നമ്മൾ ഒരുപാട് നമ്മളെ ചേർത്ത് നിർത്തുന്ന ആൾക്കാരുടെ ഉള്ളിൽ അടുത്തി വന്നപ്പോൾ നമുക്ക് കിട്ടുന്നൊരു മാനസിക സുഖമുണ്ടല്ലോ, അത് ഞാൻ ശരിക്കും അനുഭവിച്ചു. അതുകൊണ്ട് ഞാൻ നല്ല ആശയങ്ങളുള്ള ഞാൻ എന്താണോ മനസ്സിൽ ഉണ്ടായിരുന്ന വർഷങ്ങളുടെ അത് അതേപടി ചിന്തിക്കുന്ന വലിയൊരു നേതൃനിരയോടൊപ്പം ചെറിയൊരാളായി ഞാൻ ചേർന്നപ്പോൾ എനിക്ക് എൻ്റെ ആശയങ്ങൾ ഫുൾഫില്ലായി എന്നുള്ള ഫീലിംഗ് ആവുന്നത്. വളരെ ഹോണസ്റ്റായിട്ടാണ് ഈ പറയുന്നത്. ഇത് കേൾക്കുന്ന ആർക്കും വേണമെങ്കിൽ നാളെ ഇത് പരീക്ഷിക്കാം. ഇപ്പോൾ CPM വേദികളിൽ നിന്ന് എന്താണ് BJP വേദികളിൽ ഒരു വ്യത്യസ്തത തോന്നിയത്? CPM വേദികൾ എന്ന് പറഞ്ഞാൽ CPM വേദികളിൽ ഈ പറയുന്ന കട്ടിയായ വാക്കുകൾ ഉപയോഗിച്ച് പരസ്പരം അധികം ഞാൻ വിശദീകരിക്കുന്നില്ല മാഡം. കാരണം അത് ഇന്നലകളിൽ ഞാൻ കഴിഞ്ഞുപോയി അവിടുത്തെ. അത് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നതാണ്. കാരണം കഴിഞ്ഞതിനെക്കുറിച്ച് വിമർശിക്കാം എന്നുള്ളത് എനിക്ക് താല്പര്യമില്ല. ഇന്നും നാളുകളിലെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പണ്ട് ശ്രീ രവിശങ്കറിൻ്റെ ആശ്രമത്തിൽ ഒരു 20 വർഷം മുമ്പ് പോയിട്ടുണ്ട്. അദ്ദേഹം ഞാൻ ഇൻ്റർവ്യൂ എടുക്കാൻ പോയതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടർ രാധാകൃഷ്ണനാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് ബാംഗ്ലൂരിലെ ആശ്രമത്തിൽ. അന്ന് എന്നോട് പറഞ്ഞു, പ്രസൻറ്റ് മൂവ്മെൻറ്റ് ഈസ് ഇന്നോവേറ്റബിൾ, തിങ്ക് അബൌട്ട് ദ ഫ്യൂച്ചർ, പ്ലീസ് ലീവ് യെസ്റ്റർഡേയ്സ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു. എനിക്കത് എൻ്റെ മനസ്സിലായി. കറക്റ്റാണ്. ലോകത്തിലെ മഹാന്മാരല്ല അതാണ് പറഞ്ഞിരിക്കുന്നത്. സോക്രട്ടീസ് പറഞ്ഞിരിക്കുന്നതാണ്. സാർത്ത് ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ ഫിലോസഫറായ ജർമ്മൻ ചിന്തകനായ സാർത്തിൻ്റെ പുസ്തകം ഞാൻ ഒത്തിരി വായിച്ചിട്ടുണ്ട്. അതിലും അദ്ദേഹം അതാണ് പറയണത്. ഈ നെഗറ്റീവ് പറയുന്ന ആരാ? സ്വയം ജീവൻ തകർന്നവരാണ് അത് പാർത്തി വെക്കുന്നത്. അല്ല ഞാൻ വലിയവനാണെന്ന് പറഞ്ഞ് കോപ്പി അടിക്കുന്നവരാണ് പാർത്തി വെക്കുന്നത്. ഇപ്പം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ OB വിജയനെ പോലുള്ളവരൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ ഭാഷയിൽ നന്മകൾ അവർ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത്ര എഴുത്തുകാരുടെ അത് വായിക്കുകയും ഇപ്പുറത്തെ നെഗറ്റീവ്സ് മാത്രം പറയുന്നവരുടെ വായിച്ചാൽ ഇത് രണ്ടും ബാലൻസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് മാറിപ്പോകും. അപ്പോൾ അതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള അത് വായിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം ഇപ്പോഴത്തെ ഈ ചിന്തകൾക്ക് നമ്മളെ ഗുണം ചെയ്യുന്നത്. ഞാൻ ഫിലോസഫി ഒന്നും പറയുന്നില്ല, എനിക്കങ്ങനെ തോന്നുന്നു. അല്ല, ഒരു തെളിച്ച മുഖത്തുണ്ട്, ഒരു പോസിറ്റീവ് തെളിച്ചം ഉണ്ടോ? ഉറപ്പായിട്ടും. സത്യം പറഞ്ഞാൽ ഞാൻ ക്ഷീണിച്ചിരിക്കുകയാണ്. കുറേ ദിവസമായിട്ട് ഉറക്കമൊന്നും ഇല്ലാത്തതിൻ്റെ പേര്. അത് വളരെ താങ്ക്സ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മനസ്സിന് എന്നോട് ഒരുപാട് പേര് രചിക്ക് ആശങ്ക വല്ലോടെ. നമ്മൾ എനിക്ക് ഒരു ആശങ്കയില്ല, ഒരു ലൈഫേ ഉള്ളൂ. ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു, എനിക്ക് വന്ന ഫോൺ കോളുകൾ പലപ്പോഴും ഞാൻ എടുക്കാൻ മടിച്ചു. കാരണം എനിക്കറിയാം അവരുടെ മനസ്സ്. പക്ഷേ അവരെല്ലാം വിളിച്ചു ഗ്രേറ്റ് ഡിസിഷൻ. അതിനൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞ ഗൾഫിലെ ആ ബിസിനസ്മാൻ. നിങ്ങളുടെ ജനൻ ടി വിയിലെ ആരൊക്കെയായിട്ട് അതിനുള്ള കണക്ഷനുണ്ട്. ഫിലന്തർ രാജു എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് റെജി ലൂക്കോസ് BJPയിലെത്തുന്നത്. റെജി ലൂക്കോസിനെ ആരെങ്കിലും ഞെട്ടിച്ചോ ഇതിന് ശേഷമുള്ള പ്രതികരണങ്ങളിൽ? ഒരുപാട് പേര് ഞെട്ടിച്ചു പോസിറ്റീവായിട്ട്. ഞാനതല്ലേ പറഞ്ഞു. ഇന്നിപ്പോൾ പോരുന്ന വഴിക്ക് ബോസ്റ്റണിൽ നിന്ന് ഒരാളെന്നെ വിളിച്ചു. മിസ്റ്റർ ബിജു ഋഷിതാവും കേൾക്കുക. അവനെന്ന് പറയാൻ എൻ്റെ അടുത്ത സുഹൃത്താണ്. വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അമേരിക്കയിലെത്തിയ കാലത്തെത്തിയ ആളാണ്.
റേച്ചേട്ടാ ഞാൻ ഇന്നലെ അവർ വിളിക്കുന്നത് കിട്ടുന്നില്ല എന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, അപ്പോൾ എൻ്റെ ധാരണ ഇയാളൊരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്, ഭയങ്കര ഒരു എന്താ പറയുക ഒരു വലിയ രീതിയിൽ ആഴത്തിൽ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന ഒരാളാണ് റേച്ചേട്ടാ. റേച്ചേട്ടെന്ന് വിളിക്കാൻ എൻ്റെ സെയിം ഏജ്, അത് ഇതൊരു കോമൺ കോളായി. റേച്ചേട്ടാ കറക്റ്റ് ഡിസിഷൻ ചേട്ടെടുത്തത്, കറക്റ്റ് ടൈം. ഇത് ഭയങ്കര ചർച്ചയായിപ്പോൾ അമേരിക്കയിൽ, ഒരുപാട് പേരെ കൊണ്ട് ചിന്തിച്ചിട്ടുണ്ട്. റേച്ചേട്ടെടുത്ത ഗ്രേറ്റ് ഡിസിഷനാണ്, എല്ലാ പിന്തുണയുണ്ട്. എനി ടൈം അടുത്ത പ്രാവശ്യം യൂസ് വരുമ്പോൾ വരണമെന്ന് പറഞ്ഞു. ഞാൻ ഫ്രീക്വൻ്റായിട്ട് യാത്ര ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞോട് അത് എനിക്ക് വളരെ അടുത്തുള്ള അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ സംഭവിച്ചപ്പോൾ മാറ്റം വിദേശ മലയാളിയിൽ നമ്മളെക്കാളും മുമ്പേ ഉണ്ടായി. കാരണം ഇന്ത്യയുടെ വളർച്ച അവർ ആദ്യം കാണുന്നുണ്ട്, പിന്നെ നമ്മളെ മാറാതിരുന്നത്. ആ മാറ്റം അനിവാര്യമാണെന്ന്, എന്തെങ്കിലും കേരളം ഒന്ന് മാറണമെന്ന് ആഗ്രഹിച്ചിരുന്നവരാണ് ഈ സന്തോഷമായിട്ട് വരുന്നത്. അതിലെല്ലാ രാഷ്ട്രീയ കക്ഷികളും വിശ്വസിക്കുന്നുണ്ട്.